ഗണപതി ആനയെ കൊണ്ടുവരുന്ന സമയത്തെല്ലാം ചേട്ടൻ കൊണാർക്കിലുണ്ട്. ആ ഒരു സമയത്തെ വേലാതേട്ടൻ്റെയൊക്കെ ആ ഒരു കെട്ടിപ്പടക്കും കാര്യങ്ങളും കാണാനും അത് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ വേലാതേട്ടൻ്റെ ആ കോലിയോണ്ടുള്ള പരിപാടിയായാലും ശരി, തോട്ടിയോണ്ടുള്ള പരിപാടിയായാലും ശരി, എല്ലാം കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ആ ഒരു രീതിയിൽ ആ ഒരു കെട്ടിപ്പഴക്കിൻ്റെ ആ ഒരു ആദ്യമായിട്ടൊരു കെട്ടിപ്പഴക്ക് കാണുകയാണ്. പുറത്തുനിന്നൊരു പച്ച കാട്ടാനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഭാഷയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യം കാണുകയാണ്. ആ ഒരു സമയത്തെ അനുഭവം എങ്ങനെയായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആന അയക്കണത് കൊണാർക്കാനെ. അല്ലാണ്ട് നമ്മള് മറ്റുള്ള ആനകൾക്ക് നിന്നിട്ട് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഒരാനയുടെ ശരീരത്ത് വാടിയിടുന്നത് ആദ്യമായിട്ട് കാണുന്നത് ഗണപതിയാനെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് രാത്രി ഒരു 10 മണി, പകലൊരു 10 മണി 10 നമ്മൾ ആന വന്നിറങ്ങണത്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ആന വന്നിറങ്ങി ആന കൊടുന്ന് ശാൽശ്ശേരി രാജേട്ടുണ്ട്, നാരായണേട്ടുണ്ട്, പിന്നെ വേലതേട്ടൻ്റെ ഗുരുവായൂർ ദേവസ്ഥത്തിലെ രാമൂട്ടേട്ടുണ്ട്. അപ്പോൾ ഇവർ വന്നു, ആ ഹിന്ദിക്കാരവിടെ നിന്ന്, അതിൻ്റെ ആനക്കാരവിടെ നിന്ന് ആന ബന്ധോസാക്കി കെട്ടണതും ആന വാറാക്കണ നടക്കട കൂട്ടണതും ഒക്കെ കാണാനുള്ള യോഗം കാണുന്നത് ഈ ആനയ്ക്ക് തന്നെ. അങ്ങനെ രാത്രി ഒരു 10 മണി 11 മണിയുണ്ട്. വണ്ടി ശല്യമാണ്. അപ്പോൾ റോഡ് വെക്കണ തന്നെ ആന കെട്ടിക്കണത്. അപ്പോൾ വേലകേട്ട ഇതുപോലെ ഒരു പട്ടാന കെട്ടുകൊടുത്ത്, ആ പട്ടെടുത്തപ്പോൾ ആന ഒരു ഓടിക്കൽ ഓടിച്ച്. അപ്പോൾ വേലേട്ട ഇരുന്നുള്ള പറഞ്ഞു, ഇതയക്കാം അധികം മല്ലില്ലാത്ത ആനയില്ല പറഞ്ഞു. വേലേട്ട ഓപ്പണായിട്ട് പറഞ്ഞു അയക്കാൻ മല്ലില്ല. അപ്പോൾ എന്താ ചോദിച്ചു, ആനയ്ക്ക് വാശി കൂടുതലാണ്. വാശിയുള്ള ആന പെട്ടെന്ന് ഇരുന്ന് പറയാം. എന്ന് വെച്ചാൽ അടി അധികം മേടിക്കില്ല അത്ര. അവര് രാത്രി ശാൽശ്ശേരി രാജേട്ടൻ വടിക്കമ്പ്, നാരായണേട്ടൻ കോലിനെ 4 ഇടി വെച്ച് കൊടുത്തു. അതിൽ ആന നായിരിപ്പിരുന്നപ്പോൾ വേലേട്ട നടന്നു പോയിട്ട് ആണ്ട് ബാക്കിലേക്ക് ഇരിക്കാൻ പറയണ്ടേ, ആണ്ട് ചെറുമടക്ക് 2 അടി കൊടുത്തു. അതിൽ ഇങ്ങനെ കിടക്കട്ടെ എന്നാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ആന ചട്ടവട്ടടിക്കുന്നത് ഇങ്ങനെ കാണുന്നത്.